ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ചാൻസലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു വാട്ടർ മെലൂൺ കാർവിംഗ് വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് കുമ്പളങ്ങിൽ നമ്മുടെ ചേട്ടായുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർവിംഗ് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുമ്പളങ്ങിൽ കല്യാണത്തിൻ്റെ തലേദിവസം മധുരങ്ങളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർവിങ്ങിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണുകയും കൂടി ചെയ്യാം. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ആദ്യമേ ചെയ്യാൻ പോണത് ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈൻ. ബട്ടർഫ്ലൈ ഡിസൈൻ നമുക്ക് ആദ്യം വരച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പേന കൊണ്ട് വരച്ചിട്ട് അത് അങ്ങോട്ട് തെളിയണില്ല. കാരണം നമുക്കൊരു വൈറ്റ് മാർക്കർ കൊണ്ട് വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് തെളിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ അടിക്കുക, അതിൻ്റെ താഴത്തെ ഫ്ലവർ പൂവിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയാൻ നേരത്ത് വരച്ചൊക്കെ കഴിഞ്ഞ് കഴിയാൻ നേരത്ത് നമുക്ക് നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. നൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന സാധാരണ നൈഫാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ വേറെ നൈഫാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊരു കമ്പനിക്കാരൻ നമുക്ക് തന്നതാണ്. അപ്പോൾ ആ നൈഫ് കൊണ്ടിട്ട് നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ പുറം സൈഡ് ഔട്ടർ സൈഡ് കംപ്ലീറ്റ് നമുക്ക് ചെത്തിയെടുക്കണം. നമ്മൾ വരച്ചേക്കണതല്ല. അപ്പോൾ വരച്ചെടുക്കാൻ നേരത്തെ അതിൻ്റെ മേളിലത്തെ നമ്മുടെ തലയുടെ ഭാഗത്ത് തന്നെ രണ്ട് ചെറിയ പൂ പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ ഡിസൈൻ ഭംഗിയാവുള്ളൂ. വളരെ സാവധാനം എടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ ഒരു ഇത്തിരി സ്പീഡായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് വളരെ സാവധാനം അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഔട്ടർ ലൈൻ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ നമ്മുടെ ഈ ബട്ടർഫ്ലൈയുടെ ചിറകുണ്ടല്ലോ, അപ്പോൾ ആ ചിറകിൻ്റെ ഓരോ സൈഡിലത്തെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ പൂ പോലെ കട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് എടുക്കാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചരിച്ച് വെച്ച് പിടിച്ച് കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കൊണ്ടിട്ട് ഞാനതൊന്നും പറയുന്നില്ല. എന്നാലും നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പതുക്കെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എപ്പോഴും ഒരു പടം വരച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ഓരോ ഭാഗമായിട്ട് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഇപ്പോൾ ആദ്യത്തതിന് നമ്മൾ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേളിലൊരു പൂ പോലത്തെ ഡിസൈനാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത സൈഡ് എടുക്കാൻ നേരം നമുക്ക് അതിൻ്റെ ഉള്ളിൽ 3 ലെയർ ഹോളായിട്ട് എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേണം നമ്മൾ ചെറിയ ഇതള പോലത്തെ ഡിസൈൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ എടുക്കാം. നമ്മളിത് വരച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് വരച്ചിട്ടേക്കാം. പേനോണ്ട് വരച്ചുകൊണ്ട് അത് കാണാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് നമുക്ക് തെളിയില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ഗ്ലാസ് മാർക്ക് എന്തെങ്കിലും കൊണ്ട് വരച്ച് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ. അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ ഇതിപ്പോൾ താഴത്തെ ഭാഗമാണ് വരുന്നത്. താഴത്തെ ഭാഗം അടുത്ത ലെയർ ഇതേപോലെ തന്നെ ചെറിയൊരു പൂ പോലത്തെ ഡിസൈനിൽ നമുക്ക് ഇതിൻ്റെ ഔട്ടറിൽ ഉള്ളിൽ നിന്ന് പതുക്കെ തെളിച്ചെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറ സൈഡും തെളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേളിലത്തെ ഭാഗം അങ്ങോട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. വളരെ സാവധാനം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ ലൈൻ ഏകദേശം നമുക്ക് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് വരുത്താനുള്ള ഭാഗത്തൊക്കെ എല്ലാം ഉള്ളിൽ നിന്ന് പതുക്കെ എടുക്കാനുള്ള എല്ലാം പൊഴിച്ചെടുത്തിട്ട് ഷേപ്പൊക്കെ വരുത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തുള്ള വൈറ്റ് എല്ലാം ചെത്തിയെടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ വൈറ്റ് ചെത്തിയെടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ആ നൈഫ് കൊണ്ട് ചെത്തിയാൽ പറ്റില്ല. നമുക്ക് തെർമോക്കോൾ ഇട്ട നൈഫാണെങ്കിൽ വൈറ്റ് നല്ല പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ ചെത്തിയെടുക്കാൻ വേണ്ടി പറ്റും. വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഗ്രീൻ ഷെയ്ഡും അതിൻ്റെ താഴത്തുള്ള വൈറ്റും. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട് പൂവ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. എന്നാലും ജസ്റ്റ് നമുക്കിപ്പോഴും ആ പൂവ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത്ര ഫ്ലവർ ചെയ്യാനായിട്ട്, അതായത് വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ വൈറ്റ് എല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഫ്ലവർ നമുക്ക് എന്തിൻ്റെ ഇതിലടി വേണമെങ്കിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൂവ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ പൂവിൽ വന്നിരിക്കുന്ന ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഓക്കെ. നമ്മൾ ഫ്ലവർ എടുക്കണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു പൂമ്പാറ്റ പൂവിൽ വന്ന് ഇരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചേട്ടായിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവളുടെ പരിപാടിക്കായിട്ട് അങ്ങനെ വേണ്ടിയിട്ട് ചെയ്യണേണ് ഇന്ന്. അപ്പോൾ അത് ഈ കുമ്പളങ്ങിലൊക്കെ കല്യാണത്തിൻ്റെ തലേ ദിവസം മധുരങ്ങളുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ കല്യാണ പെണ്ണിൻ്റെ പതിരിഞ്ഞപ്പനും പതിരിഞ്ഞമ്മയും, അതായത് തൊട്ടപ്പൻ എന്ന് പറയില്ലേ, ആ പതിരിഞ്ഞപ്പനും പതിരിഞ്ഞമ്മയും എന്നിട്ട് മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. കല്യാണത്തിൻ്റെ തലേ ദിവസം അത്താഴ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ്. അതിപ്പോൾ കൊറോണ കാരണം അധികം പേരൊന്നും ഇല്ല, ആ ഒരു ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണുകയും കൂടി ചെയ്യാം. ഓക്കെ.
ഫ്ലവർ നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനിൽ സൈഡും എല്ലായിട്ടൊക്കെ ഫ്ലവർ എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളെല്ലാം നമുക്കത് കട്ട് ചെയ്തെടുത്ത് മാറ്റാനുണ്ട്. നല്ല ഫ്ലവർ നമുക്ക് ഫുള്ളായിട്ട് ഇരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു ചിത്രശലഭം വന്നിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്നും ക്യാപ്പിൽ നിന്നുള്ളതെല്ലാം പതുക്കെ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ അടിച്ചിരിക്കുന്ന ഒരു സൈഡ് റെഡും ഒരു സൈഡ് വൈറ്റും വരുന്ന രീതിയിലുള്ള ഫ്ലവറാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇത് ചെയ്താൽ മാത്രം പോരാ, അത് നമുക്കൊരു കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കുറച്ച് ജെംസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മധുരങ്ങളാണ് സംഭവം എല്ലാം സെറ്റാക്കി ഇതേ പഞ്ചസാരയൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ജെംസൊക്കെ ഇട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ കല്യാണ പെണ്ണിനെ വിളിക്കുന്ന ചടങ്ങാണ്. ഒരു പ്രാർത്ഥനയാണ്. അകത്ത് പ്രാർത്ഥന കഴിയാൻ നേരത്ത് ഇതേ പുറത്തേക്ക് പെണ്ണിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി പെണ്ണിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചെയറിലിരുത്തി മധുരം കിളിക്കണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, പതിരഞ്ഞപ്പനും പതിരഞ്ഞമ്മയും വന്നിട്ട് ഇപ്പുറ സൈഡിലും വന്ന് നിൽക്കുന്നൊരു പരിപാടിയുണ്ട്. അവർ വന്നിട്ടാണ് മധുരം കൊടുക്കട്ടെ എന്ന് നമ്മുടെ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നത്. ഇപ്പോൾ കൊറോണയ്ക്ക് കാരണം വളരെ കുറച്ച് പേര് നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചടങ്ങ് കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതേ മധുരം കൊടുത്തോട്ടെ എന്ന് ചോദിക്കാൻ നേരത്തെ എല്ലാവരും കൂടി ആ മധുരം കൊടുത്തോളൂ എന്ന് പറയുന്നൊരു പരിപാടിയാണ്. നമുക്ക് സൗണ്ടൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മണവാട്ടി കുരിശ് വരച്ച് എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്ത് അവിടെ ചെയറിലിരുന്ന് കഴിയാൻ നേരത്ത് മണവാട്ടിയുടെ കൈ കഴുകിക്കണ ഒരു പരിപാടിയുണ്ട്. അതിനാണ് അവിടെ കിണ്ടിയും കൊളാമയും കൂടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അത് അവർ കയ്യിലൊഴിച്ച് പേരിലെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ മധുരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈൻ ഉൾപ്പെടെ അതിനകത്ത് വെച്ചിട്ട് പഞ്ചസാര നമ്മൾ എടുത്ത് കൊടുക്കാൻ നേരത്ത് 3 പ്രാവശ്യം ആ പഞ്ചസാര എടുത്ത് വായിൽ വെച്ച് മധുരം നുണയുന്നൊരു പരിപാടിയാണ്. അതാണ് ഈ മധുരങ്ങളിൽ ചടങ്ങ്. എന്നിട്ട് അത് കഴിയാൻ നേരത്ത് നമ്മുടെ പതിരഞ്ഞമ്മ ഒന്നുകൂടി കൈയൊക്കെ കഴുകിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയാൻ നേരത്ത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മുടെ സുഹൃത്തുക്കളും സ്വന്തക്കാരെല്ലാം നമ്മുടെ മണവാട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, ആ പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതിരഞ്ഞമ്മ എന്തോ ഒരു സ്വർണ്ണത്തിൻ്റെ ഇതാണ് ചെയിനാണ് കയ്യിലിടുന്നതെന്ന് തോന്നണം. അപ്പോൾ ആ പരിപാടിയും ചടങ്ങുകളൊക്കെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടിയായിട്ടൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തു വെച്ചേക്കുന്ന ഡിസൈനും പരിപാടിയൊക്കെ ഇതാണ്. നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാർവിംഗ് ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ കുമ്പട്ടിയിൽ ചെയ്ത ഡിസൈൻ ഇതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കേ.